عليكم ورحمة الله وبركاته. الحمد لله الملك الجواد حمدا وافيا دائما أبد الآباد، والصلاة والسلام على سيدنا محمد خير العباد وعلى آله خير العباد وعلى صحابته خير الزهاد وعلى التباع لهم بخير ورشاد. اللهم صل وسلم عليه وعلى آله وصحبه ما دامت العباد والبلاد. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين آمنوا وعملوا الصالحات لهم جنات النعيم خالدين فيها وعد الله حقا وهو العزيز الحكيم. صدق الله العلي العظيم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم أبدا على حبيبك خير الخلق كلهم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. അല്ലാഹു തആല നമ്മുടെ ഇരുത്തം അവന്റെ പൊരുത്തത്തിലാക്കുമാറാവട്ടെ. അന്നുപോയ സർവ്വ പാപങ്ങളും ഈ സദസ്സ് കൊണ്ട് അല്ലാഹു പുറത്തു മാപ്പ് ചെയ്ത് നമ്മെ സ്വർഗ്ഗസ്ഥരാക്കുമാറാവട്ടെ. എല്ലാവിധ അനുഗ്രഹങ്ങളും അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. ആമീൻ. സൂറത്തുൽ ലുഖ്മാനിലെ 8-9 ആയത്തുകളാണ് ഇന്ന് ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്. ഇന്നലെ നാം പറഞ്ഞു വെച്ചു, وَإِذَا تُتْلَى عَلَيْهِ آيَاتُنَا وَلَّى مُسْتَكْبِرًا كَأَن لَّمْ يَسْمَعْهَا كَأَنَّ فِي أُذُنَيْهِ وَقْرًا. വിശുദ്ധ ഖുർആൻ കേൾക്കാതെ അതിനോട് കിബർ നടിച്ച് പുറം തിരിഞ്ഞു നിൽക്കുന്നവർ. പുറം തിരിഞ്ഞു നിൽക്കാനുള്ള കാരണം അവർ കളി വിനോദങ്ങളിൽ ഏർപ്പെടുകയും ലഹുൽ ഹദീസുമായി ബന്ധപ്പെടുകയും ചെയ്താണ് അള്ളാഹുവിൻ്റെ വഴിയിൽ നിന്ന് മാർഗഭ്രംശം സംഭവിച്ച് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾക്ക് ഫബശ്ശിർഹു ബിഅദാബിൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷയെ നിങ്ങൾ സന്തോഷമറിയിച്ചു കൊടുക്കൂ എന്നാണ് ശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നത്. അതിനുശേഷം അള്ളാഹു പറയാണ്, ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്തി ലഹും ജന്നാത്തുൻ നഈം ഖാലിദീന ഫീഹാ വഅദല്ലാഹി ഹഖ്ഖാ വഹുവൽ അസീസുൽ ഹകീം. ഇത് ഒരു താരതമ്യപരമായ ബന്ധം എന്നാണ് ഇതിനെ പറയാറുള്ളത്. അഥവാ ഖുർആൻ നിഷേധികളായവർ, ഖുർആനെ പരിഹസിക്കുന്നവർ, അള്ളാഹ് എന്ന ചിന്തയില്ലാതെ സഞ്ചരിക്കുന്നവർ, അവർക്ക് വലിയ ശിക്ഷ നാളെ അല്ലാഹു തആല കൊടുക്കുമെന്ന് പറയുമ്പോൾ, എന്നാൽ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നവർക്കോ അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി ജീവിക്കുന്നവർക്ക് എന്ത് കിട്ടും എന്നുകൂടി അള്ളാഹു പറഞ്ഞു വെക്കും. ഇങ്ങനെയാണ് പല സന്ദർഭങ്ങളിലും വിശുദ്ധ ഖുർആനിൽ പല ആയത്തുകൾ എടുത്താലും നമുക്ക് അതിന്റെ വിശദീകരണങ്ങൾ കാണാം. അപ്പോൾ അതാണ് ഇന്ന് ചർച്ചയ്ക്ക് വിധേയമാകുന്നത്. അള്ളാഹു പറയുകയാണ്, ഇന്നല്ലദീന ആമനു, തീർച്ചയായും സത്യവിശ്വാസികൾ. അപ്പോൾ വിശ്വാസം വേണം. വഅമിലുസ് സാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവരും. ലഹും ജന്നാത്തുൻ നഈം, അവർക്ക് സുഖലോലുപതയുടെ സ്വർഗമുണ്ട്. ഖാലിദീന ഫീഹാ, അവർ അതിൽ ശാശ്വതരാണ്. സ്വർഗത്തിൽ ഒരാൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ പുറത്തു കിടക്കുന്ന അവസ്ഥയില്ല. അവർ എന്നും നിത്യമാണ്, എറ്റേണൽ ലൈഫാണ്. വഅദല്ലാഹി ഹഖ്ഖാ, അല്ലാഹുവിന്റെ വാഗ്ദത്തം അത് സത്യമാണ്. വഹുവൽ അസീസുൽ ഹകീം, പടച്ച റബ്ബ് അസീസും ഹകീമുമാണ്, പ്രതാപവാനും ഹകീം യുക്തിശാലിയുമാണ്. വിശദീകരണങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ വിശുദ്ധ ഖുർആൻ അനുസരിച്ച് ജീവിച്ചാലുള്ള ഗുണമാണ് ഇതിലൂടെ നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഖുർആൻ
അതിനെ പരിഹസിക്കുകയും ആ ഖുർആനുമായി ബന്ധമില്ലാതെ ലഹുൽ ഹദീസിന്റെ പിന്നാലെ വിനോദങ്ങൾക്ക് പിന്നാലെ സഞ്ചരിക്കുകയും ചെയ്യുന്നവർ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ശിക്ഷ നൽകും എന്ന് പറഞ്ഞതിന് ശേഷം നന്മ പ്രവർത്തിക്കുന്ന ആളുകൾക്കും അല്ലാഹുവിൽ വിശ്വസിക്കുന്ന ആളുകൾക്കും എന്തുണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുകയാണ്. വിശുദ്ധ ഖുർആനിൽ അമലുസ് സാലിഹാത്ത്, നിങ്ങൾ സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചാൽ എന്ത് കിട്ടും എന്ന് 80ഓളം ആയത്തുകളിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ 73 തവണയും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഈമാനോട് ചേർത്ത് വെച്ചുകൊണ്ടാണ്. ഇതിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമാണ്. വിശ്വാസത്തിന്റെ പൂർത്തീകരണത്തിന് സൽക്കർമ്മങ്ങൾ അനിവാര്യമാണ്. സൽക്കർമ്മങ്ങളുടെ സ്വീകാര്യതക്ക് വിശ്വാസവും അനിവാര്യമാണ്. സൽക്കർമ്മങ്ങൾ ഇങ്ങനെ കുറേ ചെയ്ത് വിശ്വാസമൊന്നുമില്ല, എന്നാൽ അതിന് നാളെ പ്രതിഫലമില്ല. ഈമാൻ നന്നായി ഉണ്ട്, പക്ഷേ സൽക്കർമ്മങ്ങൾ ചെയ്തില്ല, എന്നാൽ ഈ പറഞ്ഞ ഓഫർ കിട്ടുകയും ഇല്ല. അപ്പൊ ഇത് രണ്ടും സമ്മിശ്രമായി കിടക്കുകയാണ് എന്നാണ് അല്ലാഹു തആല നമുക്ക് വ്യക്തമാക്കി തരുന്നത്. ഇത് വിശുദ്ധ ഖുർആനിൽ നിന്ന് എടുത്ത് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. വമൻ യക്ഫുർ ബിൽ ഈമാൻ ഫഖദ് ഹബിത അമലുഹു. ആരെങ്കിലും സത്യനിഷേധിയായാൽ, സത്യത്തിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ ഫഖദ് ഹബിത അമലുഹു, അവന്റെ അമലുകളെല്ലാം നിഷ്ഫലമായി പോകും, അതെല്ലാം പൊളിഞ്ഞു പോകും. വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ, അവൻ ആഖിറത്തിൽ നാളെ വരുമ്പോൾ അമ്പേ പരാജയപ്പെട്ടു പോകും എന്ന് ഖുർആൻ. അവർ ഒരുപാട് അമലുകളൊക്കെ ചെയ്തവരാവാം. വഖദിന്നാ ഇലാ മാ അമിലൂ മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറാ. ഒരുപാട് അമലുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അതെല്ലാം ധൂളികളാക്കി നിഷ്പ്രഭമാക്കി കളയും എന്ന് ഖുർആനിൽ അല്ലാഹു തആല പറയാം. അപ്പൊ വിശ്വാസം അതിന്റെ പൂർണ്ണതയാണ് നമ്മുടെ അമലിലൂടെ പ്രകടമാകുന്നത്. എന്നാൽ ആ അമൽ നാളെ സ്വീകരിക്കാനുള്ള സ്വീകാര്യതക്കുള്ള മാനദണ്ഡമാണ് ഈമാൻ എന്ന് പറയുന്നത്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് നമ്മോട് പറഞ്ഞു, ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനു. നിങ്ങൾ വിശ്വാസികളാകുന്നത് വരെ ഒരിക്കലും സ്വർഗ്ഗത്തിലെത്തും എന്ന് ആരും കൊതിക്കേണ്ടതില്ല. അപ്പൊ വിശ്വാസികളാവുക എന്നത് കർമ്മങ്ങൾ സ്വീകരിക്കാനുള്ള ആദ്യ പടിയാണ്, വിശ്വസിക്കുക എന്നത്. ഹബീബായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു, വല്ലദീ നഫ്സു മുഹമ്മദും ബിയദിഹി. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാണോ നിയന്ത്രിക്കുന്നത് അവനെ തന്നെയാണ് സത്യം. ലാ യസ്മഉ ബി അഹദും മിൻ ഹാദിഹിൽ ഉമ്മത്തി യഹൂദിയ്യുൻ വലാ നസ്റാനിയ്യുൻ സുമ്മ യമൂതു വലം യുഅ്മിൻ ബില്ലദീ ഉർസിൽതു ബിഹി ഇല്ലാ കാന മിൻ അസ്ഹാബിൻ നാർ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, എന്നിൽ വിശ്വസിക്കാതെ യഹൂദിയോ നസ്റാനിയോ ആയി മരിച്ചുപോയാൽ, ഞാൻ കൊണ്ടുവന്നതിൽ വിശ്വസിക്കാതെയാണ് അവൻ മരിച്ചു പോകുന്നതെങ്കിൽ ഇല്ലാ കാന മിൻ അസ്ഹാബിൻ നാർ, അവൻ നരകാവകാശിയാണ് എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് ഒക്കെ വിശദീകരിച്ചപ്പോൾ മഹദിയായ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ അവിടുന്ന് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇബ്നു ജുദ്ആൻ കാന ഫിൽ ജാഹിലിയത്തി യസിലുർ റഹ്മാ. ഇബ്നു ജുദ്ആൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം ജാഹിലിയ കാലഘട്ടത്തിൽ ജീവിച്ചവരാണ്. നല്ല കുടുംബ ബന്ധം പുലർത്തുന്നവരാണ്, കുടുംബക്കാരെയൊക്കെ നന്നായി തീറ്റിപ്പോറ്റുന്നവരാണ്. മിസ്കീന്മാർക്ക് നല്ല ധർമ്മം ചെയ്യുന്ന മനുഷ്യനാണ്, നല്ല സംഭാവനകളൊക്കെ കൊടുക്കുന്നയാളാണ്. മക്കയിലെ ഹിൽഫുൽ ഫുദൂൽ എന്ന് പറയുന്ന ഒരു സന്ധി നടന്ന ഒരു സംഭവമുണ്ട്. മക്കയിൽ അടിച്ചമർത്തപ്പെട്ട പാവപ്പെട്ട ആളുകൾ അവരുടെ അവകാശങ്ങൾ, അവർക്ക് വേണ്ട നീതി നടപ്പിലാക്കുന്നതിന് വേണ്ടി വലിയ ഒരു ചർച്ച നടന്നത് ഈ ഇബ്നു ജുദ്ആൻ എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിലായിരുന്നു എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അതേക്കുറിച്ചുള്ള സംഭവങ്ങളിൽ അദ്ദേഹം പ്രസിദ്ധനാണ്. അവ പണ്ട് കാലത്ത്, ജാഹിലിയ കാലത്ത് ഒരുപാട് ധർമ്മം ചെയ്ത മനുഷ്യനാണ്. ജാഹിലിയ കാലഘട്ടത്തിൽ നന്മക്ക് അറിയപ്പെട്ട മനുഷ്യനാണ്, നല്ല സൽക്കാരപ്രിയനാണ്.
എല്ലാവർക്കും ദാനധർമ്മങ്ങൾ ചെയ്യുന്നവനാണ്. അദ്ദേഹത്തിന്റെ ദാനധർമ്മങ്ങൾ ഉപകരിക്കുമോ എന്ന് മഹദിയായ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുമ്പോൾ അവിടുന്ന് മറുപടി പറയുകയാണ്, ലാ യൻഫഉ ഇന്നഹു ലം യഖുൽ യൗമൻ റബ്ബി ഗ്ഫിർ ലി ഖതീഅതി യൗമദ്ദീൻ. അദ്ദേഹം വിശ്വാസിയാവുകയും ആ വിശ്വാസം കൊണ്ട് തന്നെ അദ്ദേഹം എനിക്ക് അല്ലാഹുവേ എന്നിൽ നിന്ന് വന്നുപോയ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാം പുറത്തു തരണം എന്ന് പറയുകയും ചെയ്തിട്ടല്ലാതെ അദ്ദേഹം നാളെ സ്വർഗത്തിലെത്തൂല എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പോൾ വിശ്വാസിയാവുക എന്നത് ഏറ്റവും വലിയ മാനദണ്ഡമാണ്. വിശ്വാസിയായെങ്കിൽ മാത്രമേ കർമ്മങ്ങളെ പരിഗണിക്കുകയേ ഉള്ളൂ. അദ്ദേഹം എന്ത് ചെയ്തു എന്നല്ല നോക്കുക, അദ്ദേഹം എന്ത് ചെയ്തു എന്നല്ല നോക്കുന്നത്. ചിലരൊക്കെ പറയും ഗാന്ധിജി സ്വർഗത്തിലാണ് എന്ന് പറയണം, മദർ തെരേസ സ്വർഗത്തിലാണ് എന്ന് പറയണം. ആയിക്കോട്ടെ, നമുക്ക് പ്രശ്നമൊന്നുമില്ല. മദർ തെരേസ സ്വർഗത്തിൽ പോയിച്ചിട്ട് നമുക്ക് പ്രശ്നമുണ്ടോ? നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഗാന്ധി സ്വർഗം വിശാലല്ലേ, ആകാശഭൂമിയേക്കാൾ വിശാലമാണ് സ്വർഗം എന്ന് പറഞ്ഞത്. ഇപ്പൊ ഭൂമിയിൽ തന്നെ എത്ര ആളുകളുണ്ട്? എത്ര കോടാനക്കോടി ആളുകളില്ലേ? 700 കോടി ജനങ്ങൾ ഇപ്പോൾ ഉണ്ട്. 800 കോടിയുടെ അടുത്തെത്തി. കഴിഞ്ഞ എത്ര കോടിക്കണക്കായ ആളുകളുണ്ട്, വരാൻ പോകുന്നവരുണ്ട്. ഇവരൊക്കെ വരുന്ന ഒരു ലോകമാണ് മഹ്ശറ എന്ന് പറയുന്ന ലോകം. അവിടെ നിന്ന് സ്വർഗം, ഇതൊക്കെ വിശാലമാണ്. അവിടെ ആര് കയറി വരണം വരണ്ട എന്ന് അല്ലാഹുവാണ് തീരുമാനിക്കുക. പക്ഷേ പടച്ച റബ്ബ് അവിടെ ഒരു മാനദണ്ഡം പറഞ്ഞിട്ടുണ്ട്. വെറും അമൽ സ്വാലിഹാത്ത് എന്നല്ല പറഞ്ഞത്. അല്ലാഹു തആല ലുഖ്മാൻ സൂറത്തിൽ അതാണ് വ്യക്തമാക്കി അല്ലാഹു പറയുന്നത്, ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്. ഈമാൻ വേണം, ഈമാൻ ഉണ്ടെങ്കിലേ സ്വർഗ്ഗത്തിലെത്തുകയുള്ളൂ. വഅമിലുസ് സ്വാലിഹാത്ത്, സൽകർമ്മങ്ങൾ ചെയ്യുകയും വേണം. എത്രത്തോളം എന്നാൽ ഈമാൻ അറിയുകയും വിശ്വസിക്കുകയൊക്കെ ചെയ്ത് നിഫാത്ത് കാണിച്ച ആളുകൾ, മുനാഫിഖീങ്ങളായ ആളുകൾ, യഥാർത്ഥ വിശ്വാസികളല്ലാത്തവർ, അവരുടെ അമൽ പോലും അല്ലാഹു നാളെ സ്വീകരിക്കൂല എന്ന് ഖുർആനിൽ പറയാം. വമാ മനഅഹും അൻ തുഖ്ബല മിൻഹും നഫഖാതുഹും ഇല്ലാ അന്നഹും കഫറൂ ബില്ലാഹി വബിറസൂലിഹി വലാ യഅതൂന الصലാത ഇല്ലാ വഹും കുസാലാ വലാ യുൻഫിഖൂന ഇല്ലാ വഹും കാരിഹൂൻ. ഖുർആൻ പറയാണ്, അവരെ നാളെ മുനാഫിഖീങ്ങളായ ആളുകളെ എന്തുകൊണ്ട് സ്വീകരിക്കുകയില്ല? അവരുടെ വിശ്വാസത്തിൽ വന്ന പിഴവ് കൊണ്ടാണ്. ഇല്ല അന്നഹും കഫറൂ ബില്ലാഹി വറസൂലി, അവരെ വിശ്വാസം, ആ വിശ്വാസത്തിൽ അവർ ചെറിയ പിഴവുകളൊക്കെ അവർ വരുത്തിയിട്ടുണ്ട്. വലായതൂന സ്വലാത ഇല്ലാ വഹും കുസാലാ, നിസ്കാരത്തിലേക്ക് നിന്നാൽ മടിയന്മാരായിരിക്കും. എങ്ങനെങ്കിലൊക്കെ നിസ്കരിച്ച് പോവാ, നിസ്കാരം എങ്ങനെങ്കിലൊക്കെ ഒപ്പിക്കണം, അല്ലാ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞു. വലാ യുൻഫിഖൂന ഇല്ലാ വഹും കാരിഹൂൻ, എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ മനസ്സില്ലാ മനസ്സോടെ എങ്ങനെ ഇപ്പൊ തന്നെ കൊടുക്കുക? ഇപ്പൊ ചോദിച്ച് വന്ന് അല്ലെ, എല്ലാവരും കൂടെ വീട്ടിൽ വന്നല്ലേ, ഇപ്പൊ കൊടുക്കല്ല, നിവൃത്തിയില്ല. ഇങ്ങനെയുള്ളവരാണ്. അവരുടെ അമലുകൾ പോലും അല്ലാഹു സ്വീകരിക്കാതിരിക്കാനുള്ള കാരണം അവരുടെ ഈമാനിൽ വന്ന തകരാറാണ്. അതുകൊണ്ട് ഈമാൻ സമ്പൂർണ്ണമാണോ എങ്കിലാണ് അമലു സ്വാലിഹാത്ത് അല്ലാഹു പരിഗണിക്കുന്നത്. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈമാനും അമലും സമ്പൂർണ്ണമാക്കി തരുമാറാവട്ടെ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അപ്പോൾ ഈമാൻ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഈമാൻ കാര്യങ്ങൾ മാത്രം വിശ്വസിച്ചാൽ പോരാ. ഈമാൻ കാര്യമൊക്കെ ഞാൻ വിശ്വസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പോരാ, മറിച്ച് എന്ത് വേണം? മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരാൾ വരുന്നു, ചോദിക്കുകയാണ്, അമുഅ്മിനുൻ അൻത, നിങ്ങൾ മുഅ്മിനാണോ? നിങ്ങൾ മുഅ്മിനാണോ എന്ന് ചോദിക്കുമ്പോൾ മഹാനവറുകളുടെ മറുപടി, അൽ ഈമാനു ഈമാനാൻ,
ഈമാൻ രണ്ട് കാറ്റഗറിയിലുണ്ട്. ഫഇൻ കുന്ത തസ്അലുനി അനിൽ ഈമാനി ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി വൽ ജന്നതി വന്നാർ വൽ ബഅസി വൽ ഹിസാബ് ഫഅന ബിഹാ മുഅ്മിനുൻ. മഹാനവറുകളോട് വന്ന് ചോദിക്കുകയാണ് ഒരാള്, നിങ്ങൾ മുഅ്മിനാണോ? അപ്പോൾ പറഞ്ഞു ഈമാൻ രണ്ട് കാറ്റഗറിയിലുണ്ട്. ഒന്ന്, നീ എന്നോട് ചോദിക്കുന്നത് നാളെയുടെ ലോകമുണ്ട്, ഹിസാബുണ്ട്, പുനരുദ്ധാനമുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്, മുർസലീങ്ങളുണ്ട്, കിതാബുണ്ട്, മലായികത്തുണ്ട്, അല്ലാഹുണ്ട്, ഇതൊക്കെയാണോ ചോദിക്കുന്നത്? മുൻനിർത്തിയാണോ ചോദിക്കുന്നത്? ഞാനതിൽ വിശ്വസിച്ചിട്ടുണ്ട്. വഅന മുഅ്മിനുൻ, ഞാൻ മുഅ്മിനാണ്. എന്നാൽ വഇൻ കുന്ത തസ്അലുനി അൻ ഖൗലില്ലാഹ്, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ഈമാൻ സമ്പൂർണ്ണമാവാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നിട്ട് അവിടുന്ന് പാരായണം ചെയ്യുന്നു, ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹ്. യഥാർത്ഥ മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ അല്ലാഹുവെ കുറിച്ച് അവരുടെ മുന്നിൽ പറയപ്പെട്ടാൽ വജിലത് ഖുലൂബുഹും, അവരുടെ ഖൽബുകൾ പിടപിടക്കും. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ. ഖുർആൻ ഓതിങ്ങനെ പ്രഭാഷണം കേൾക്കുമ്പോൾ, വഅദ് കേൾക്കുമ്പോൾ, ഉപദേശങ്ങൾ കേൾക്കുമ്പോൾ അവരുടെ ഈമാൻ വർദ്ധിക്കുന്നതാണ്. അങ്ങനെ നമുക്ക് ഈമാൻ ഉണ്ടോ? വഅലാ റബ്ബിഹിം യതവക്കലൂന, അവർ അല്ലാഹുവിലെല്ലാം പരമേൽപ്പിക്കുന്നവരാണ്. അല്ലദീന യുഖീമുന സ്വലാത്ത, നിസ്കാരം നിലനിർത്തുന്നവരാണ്. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, അവർക്ക് ലഭിച്ചതിൽ നിന്ന് നിർലോഭം ഒരു പിശുക്കുമില്ലാതെ ചെലവഴിക്കുന്നവരാണ്. ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ, അവരാണ് യഥാർത്ഥ വിശ്വാസികൾ, യഥാർത്ഥ ഈമാനുള്ളവരെന്ന് ഖുർആൻ പറയുമ്പോ, മോനെ നീ അത് മുൻനിർത്തിയാണ് എന്നോട് ചോദിക്കുന്നതെങ്കിൽ ഞാൻ മുഅ്മിനാണെന്ന് പറയാൻ എനിക്ക് കഴിയൂല എന്ന് തസവ്വുഫിന്റെയും ആത്മീയതയുടെയും ലോകത്ത് ഉന്നതങ്ങളിൽ വിരാജിച്ച മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയാം. ഇതൊക്കെ നമ്മളോട് ചോദിക്കണം. അല്ലാഹു നമ്മുടെ ഈമാൻ വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും, അല്ലാഹനെ പറഞ്ഞാൽ നമുക്ക് പേടി വരുന്നുണ്ടോ? പടച്ച റബ്ബുമായുള്ള വിഷയങ്ങൾ, ദീനി വിഷയങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ അത് പിന്തിരിഞ്ഞു പോകാനാണോ നമുക്ക് ഇഷ്ടം? അല്ല, അതൊക്കെ കേട്ടിട്ട് അപ്പൊ ഇതൊക്കെ എന്റെ ജീവിതത്തിൽ പകർത്താൻ കഴിയണല്ലോ, കഴിയുന്നില്ലല്ലോ റബ്ബേ, നന്നാവണല്ലോ എന്ന ഒരു ആഖിറത്തെ കുറിച്ച് ചിന്തയാണോ ഉള്ളത്? എന്നാൽ നമുക്ക് പൂർണ്ണമായ ഈമാനുണ്ട് എന്നാണ്. മാത്രമല്ല, ഈമാനുള്ള ആളുകൾക്ക് സംശയമുണ്ടാവാൻ പാടില്ല. ഖുർആൻ പറയുന്നു, ഇന്നമൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ ആരാണ്? അല്ലദീന ആമനു, വിശ്വസിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങൾ. അവർ അല്ലദീന ആമനു ബില്ലാഹി വറസൂലിഹി സുമ്മ ലം യർതാബു, പിന്നെ അവർക്ക് സംശയമില്ല. ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞതിന് ശേഷം പിന്നെ അവർക്ക് ഇസ്ലാം പറയുന്ന കാര്യങ്ങളിൽ സംശയമില്ല. ചില ആളുകൾ ഇന്ന് പുതിയ പുതിയ കാലഘട്ടത്തിൽ വളർന്നു വരുന്നവർ പലപ്പോഴും അതിപ്പോ ഇസ്ലാമിൽ അല്ലേ, ഇസ്ലാമിൽ അത് പറഞ്ഞത് കുറച്ച് ഓവറായി പോയിട്ടുണ്ട്, അത്ര വേണ്ടായിരുന്നു എന്ന് പറയുന്നവർ, അതല്ലെങ്കിൽ കുറഞ്ഞു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് അത് നമുക്ക് അതങ്ങ് പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ കാലത്ത് ഇപ്പൊ എങ്ങനെ അത് പറയാം? അങ്ങനെയൊന്നുമില്ല. ഇസ്ലാം എന്നാൽ സാർവകാലികമാണ്, സാർവലൗകികമാണ്, എല്ലാ കാലത്തും പറയാൻ പറ്റുന്നതാണ് ഇസ്ലാം. ഇസ്ലാം ഒരു 6-ാം നൂറ്റാണ്ടിലേക്കുള്ളത് മാത്രമല്ല, ഏത് നിയമമായാലും അത് മറ്റുള്ളവരെന്ത് പറയും എന്ന് നോക്കി പറയാനുള്ള ഒരു നിയമസംഹിതയല്ല. ആരെ മുന്നിലും തുറന്നു പറയണം, ഇത് ഇസ്ലാമാണ്. ഇസ്ലാമിന്റെ നിയമങ്ങളിൽ ചില ആളുകൾക്ക് ഇന്ന് വളർന്നു വരുന്ന ചില മുസ്ലിം എന്ന പേരുള്ള നാമധാരികൾ അവർ ഞങ്ങൾ ഇസ്ലാമാണ്, മുഅ്മിനീങ്ങളാണ്, ഈമാനുള്ളവരാണ് എന്നൊക്കെ പറയും. പേരിലൊക്കെ അവര് മുഅ്മിനീങ്ങൾ തന്നെയായിരിക്കും. പക്ഷേ പുറത്ത് പറയുന്ന സാഹചര്യത്തിൽ ചില വിഷയങ്ങളൊക്കെ അവർ പുറത്തു പറയുമ്പോൾ ഇസ്ലാമിൽ നിന്ന് ആ വിഷയം പുറത്തു പറഞ്ഞാൽ മറ്റുള്ളവർ എന്ത് ധരിക്കും എന്ന പേടിയിലാണ്. അതാ ഖുർആൻ പറഞ്ഞത്, സുമ്മ ലം യർതാബു, പിന്നെ അവർക്ക് ഒരു സംശയവുമില്ല. എന്താ പറഞ്ഞെന്ന് വിചാരിച്ചു? ഇസ്ലാം അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്, ഇസ്ലാം അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നാണ് പറഞ്ഞാൽ ഒരു പ്രശ്നവും പറ്റൂല. അങ്ങനത്തെ ഈമാൻ നമുക്കുണ്ടോ? ഈമാന്റെ കാറ്റഗറി ഇങ്ങനെ ഖുർആനിൽ
ഓരോ ആയത്തുകൾ മുഅ്മിനീങ്ങളെ കുറിച്ച് പറഞ്ഞതെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് തീരില്ല. ഇത്രയും പറയാനുണ്ട്. ഒന്നുകൂടി പറയാം. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറാ. അല്ലാഹുവും അവന്റെ റസൂലും ഒരു കാര്യമെന്ന് തീരുമാനിച്ചാൽ, അല്ലാഹുവും അവന്റെ റസൂലും ഒരു വിധി നടപ്പിലാക്കി, ഒരു നിയമന പാസാക്കി, എന്നാൽ അതിൽ നിന്ന് പിന്നെ അവന്റേതായ ഒരു ചോയ്സ് അതുണ്ടാവുകയില്ല. അന്ന് റസൂൽ എന്താ പറഞ്ഞത് അതാണ് എനിക്ക് എന്നായിരിക്കും ഏറ്റവും പ്രിയപ്പെട്ടത്. അപ്പൊ നമ്മുടെ കല്യാണം വരുന്ന അവസരത്തിൽ അള്ളയും റസൂലും എന്താണോ പറഞ്ഞത് അതാണ് നമ്മുടെ ചോയ്സ്. നാം വസ്ത്രം എടുക്കുമ്പോൾ അല്ലാഹും റസൂലും എന്താണോ പറഞ്ഞത് അതാണ് നമ്മുടെ ചോയ്സ്. നമ്മുടെ മുടി വെട്ടുമ്പോൾ അല്ലാഹും റസൂലും എന്താണോ പറഞ്ഞത് അതാണ് എന്റെ ചോയ്സ്. നമ്മുടെ ലൈഫ് സ്റ്റൈൽ അത് അല്ലാഹും അവന്റെ റസൂലും എന്താണോ പറഞ്ഞത് അതാണ് എന്റെ ചോയ്സ്. നമ്മുടെ കുടുംബ ജീവിതം അത് അല്ലാഹും അവന്റെ റസൂലും എന്താണോ പറഞ്ഞത് അതാണ് നമ്മുടെ ചോയ്സ്. നമ്മുടേതായി മറ്റൊരു ചോയ്സും ഇല്ല. അങ്ങനെയുള്ള ആളുകളാണ് യഥാർത്ഥ മുഅ്മിനീങ്ങൾ. ഇത് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം നമ്മൾ പാലിക്കാറുണ്ട്, എത്രത്തോളം നമ്മൾ പാലിക്കാറുണ്ട്, അതാണ് ചോദിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പുലർത്തണം, പകർത്തണം. നമ്മൾ ഈമാനുള്ളവരാണ്, പേരിൽ മുസ്ലിമാണ്, പക്ഷേ ഈമാനികമായി ജീവിക്കാൻ പറഞ്ഞ കാര്യങ്ങളിൽ പലതും വരുമ്പോ നമ്മൾ അതൊക്കെ വിട്ടു. പിന്നെ യൂറോപ്യന്മാരെ നമ്മൾ പിന്തുടർന്നു. നമ്മുടെ കയ്യിൽ പണമില്ലാത്ത സമയത്ത് നമ്മൾ പലിശക്കെടുത്തു. നമുക്ക് വേണ്ടതും വേണ്ട എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങളുണ്ടോ അതൊക്കെ നമ്മൾ ഇസ്ലാമിൽ നിന്നെടുത്ത്, നമുക്ക് സൗകര്യമില്ലാത്തതൊക്കെ സൗകര്യമുള്ളിടത്ത് നോക്കിയെടുക്കുന്ന ഒരു ജീവിത ശൈലിയാണെന്ന് ആധുനികമായ കാലഘട്ടത്തിൽ കാണുന്നത്. അവരെ കുറിച്ച് മുഅ്മിനാണ് എന്ന് പറയാൻ പറ്റൂല. മുഅ്മിനീങ്ങൾക്കാണ് അല്ലാഹു തആല ജന്നാത്തുൻ നഈം, ലഹും ജന്നാത്തുൻ നഈം, അവർക്ക് സുഖലോലുപതയുടെ സ്വർഗ്ഗമുണ്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ യഥാർത്ഥ മുഅ്മിനീങ്ങളായി ജീവിക്കണം. അല്ലാഹു തആല ഉപദേശങ്ങളൊക്കെ കേട്ട് അതെല്ലാം ജീവിതത്തിൽ പകർത്തി നല്ല യഥാർത്ഥ മുഅ്മിനീങ്ങളായി ജീവിക്കാൻ നമുക്ക് അവസരം ഒരുക്കുമാറാവട്ടെ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അൽ മുഅ്മിനു, യഥാർത്ഥ മുഅ്മിൻ എന്ന് പറഞ്ഞാൽ മൻ അമിനഹു നാസു അലാ ദിമാഇഹിം വ അംവാലിഹിം. യഥാർത്ഥ മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഒരു മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ജനങ്ങളെല്ലാം അവരുടെ രക്തത്തിനും സ്വത്തിനുമൊക്കെ ഇവന്റെ പേടി കൂടാതെ സംരക്ഷണം കിട്ടിയവനാണ്. ഒരാളെയും പറ്റിക്കാത്തവനാണ്, ഒരു മനുഷ്യനെയും ഉപദ്രവിക്കാത്തവനാണ്. അവരവരുടേതായ കാര്യം നോക്കി മറ്റുള്ളവന്റെ ജീവിതത്തിൽ കൈകടത്തലുകൾ നടത്താതെ, പറ്റിക്കാതെ, അവനെ ആക്രമിക്കാതെ, നാവ് കൊണ്ടാണെങ്കിലും അത് കൈകൊണ്ടാണെങ്കിലും ഒന്നും ചെയ്യാതെ നല്ലവനായി ജീവിക്കുന്നവനാണ് മുഅ്മിൻ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. തങ്ങൾ അവിടെ നിന്ന് 3 പ്രാവശ്യമാണ് ഇട്ട് പറയുന്നു വല്ലാഹി ലാ യുമിൻ. ഒരിക്കലും മുഅ്മിനല്ലേ മുഅ്മിനല്ലേ മുഅ്മിനല്ല. ആരെ കുറിച്ചാ പറയുന്നത് ചോദിച്ചപ്പോൾ പറഞ്ഞു അല്ലദീ ലാ യഅ്മനു ജാറുഹു ബവാനിഖഹു. തന്റെ സ്വന്തം അയൽവാസി തന്നെ കുറിച്ച് നിർഭയനായി കഴിയുന്നു. നിർഭയത്വം ഇല്ലെങ്കിൽ അവൻ മുഅ്മിനല്ല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. എത്ര ആൾക്ക് ഈമാന്റെ സർട്ടിഫിക്കറ്റ് കിട്ടും? അയൽവാസിയോട് ചെന്ന് ചോദിച്ചാൽ കിട്ടണം. നമ്മുടെ ഈമാന്റെ സർട്ടിഫിക്കറ്റ് തരേണ്ടത് നമ്മുടെ അയൽവാസിയാണ്. അയൽവാസിയോട് ചെന്ന് ചോദിച്ചാൽ കഴിയൂല, ഇവിടുന്ന് എങ്ങനെയെങ്കിലും വിറ്റു പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് പറയുന്നത്. എന്നാൽ നമ്മുടെ ഈമാൻ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അയൽവാസിക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന ഒന്നും ചെയ്യാൻ പാടില്ല. ഈമാൻ ചോദ്യം ചെയ്യപ്പെടുകയാണ്. അവന്റെ വീട്ടിലുള്ള വേസ്റ്റ് വാട്ടറൊക്കെ ഉസ്താദ് ഇങ്ങോട്ടാണ് ഒഴിക്കുന്നത് എന്ന് പറയുന്നുണ്ട് എങ്കിൽ, അവന്റെ വീട്ടിൽ വിളഞ്ഞു നിൽക്കുന്ന ഒരു തെങ്ങുണ്ട്, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു മരമുണ്ട്, അതിന്റെ ഒരു ചില്ല ഇങ്ങോട്ട് താഴ്ന്നിട്ട് ഇന്ന് ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക്, അതൊന്ന് വെട്ടിത്തരാൻ പറഞ്ഞിട്ട് ഇന്നതുവരെ അവൻ ചെയ്യുന്നില്ല. എന്റേതല്ലേ, ഞാൻ തീരുമാനിക്കുമെന്നാ പറയുന്നത്. ഇങ്ങനെയാണോ നമ്മൾ? എങ്കിൽ മുഅ്മിനല്ല. അവനൊരു വഴി സംവിധാനിക്കാൻ
ഒരു കല്ലൊന്ന് ഇളക്കി കൊടുത്താൽ മതി, ഒരു വാഹനം അങ്ങ് പോകാൻ കഴിയും. അവനതിന് മുതിരുന്നില്ല. വേണമെങ്കിൽ പണം തരാമെന്ന് പറഞ്ഞിട്ട് പോലും അവൻ ചെയ്യുന്നില്ലെങ്കിൽ വല്ലാഹി ലാ യുമിൻ, അവന് മുഅ്മിനല്ലേ എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ സർട്ടിഫിക്കറ്റ് ആർക്ക് കിട്ടുന്നു? അവനാണ് മുഅ്മിൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നബി തങ്ങൾ അവിടുന്ന് പറഞ്ഞു, അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖാ. മുഅ്മിനീങ്ങളിൽ ഈമാൻ സമ്പൂർണ്ണമായവർ നല്ല സ്വഭാവമുള്ള ആളുകളാണ്. നല്ല സ്വഭാവത്തിന്റെ ഉടമകളാകുമ്പോഴേ ഈമാൻ പൂർണ്ണമാവൂ. ലാ യുമിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലിഅഖീഹി മാ യുഹിബ്ബു ലിനഫ്സിഹി. തങ്ങൾ പറയാണ്, തന്റെ സഹോദരൻ അവൻ താൻ ഇഷ്ടപ്പെടുന്നത് തന്റെ സഹോദരനും ഇഷ്ടപ്പെടുന്നത് വരെ ഒരാളും മുഅ്മിനല്ല. മുഹമ്മദുർ റസൂലുള്ളാഹ്. അങ്ങനെ ഈമാന്റെ കുറേ ശാഖകൾ മുത്തനബി പറയുന്നുണ്ട്. മറ്റൊരു ഹദീസിൽ കാണാം, മൻ സറത്തുഹു ഹസനതുഹു വസാഅതുഹു സയ്യിഅതുഹു ഫഹുവ മുഅ്മിൻ. ഒരാൾക്ക് ചെയ്യുന്ന കർമ്മങ്ങൾ, നല്ല കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ നല്ല സന്തോഷവും, എന്തെങ്കിലും മോശം ജീവിതത്തിൽ വന്നു പോയാൽ അല്ലാഹ് പടച്ചോനെ വല്ലാത്ത വിഷമമായി പോയല്ലോ, എന്റെ കയ്യിൽ നിന്ന് പറ്റിപ്പോയല്ലോ എന്ന ചിന്തയാണോ? എന്നാൽ അവൻ യഥാർത്ഥ മുഅ്മിനാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? യഥാർത്ഥ മുഅ്മിനീങ്ങളാവണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വേണം. അങ്ങനെയുള്ള ആളുകൾക്കാണ് അല്ലാഹു തആല ഖുർആൻ സൂറത്തിലൂടെ 7-ാമത്തെ വചനം 8-ാമത്തെ വചനം പറയുന്നത്, ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്തി, യഥാർത്ഥ ഈമാനുള്ളവരും വഅമിലുസ് സാലിഹാത്ത്, സൽകർമ്മങ്ങൾ ചെയ്ത ആളുകളും ലഹും ജന്നാത്തുൻ നഈം, അവർക്ക് സുഖലോലുപതയുടെ സ്വർഗ്ഗം ഉണ്ട്. ആർക്കാണ്? ഈമാനുള്ളവർ. വഅമിലുസ് സാലിഹാത്ത്. അപ്പൊ യഥാർത്ഥ ഈമാൻ വേണം. ഈമാൻ ഇല്ലാത്തവരെ അല്ലാഹു തആല നമ്മളെ കയറ്റുകയില്ല. അതാ ഖുർആൻ പറഞ്ഞത്. ചില ആളുകളൊക്കെ ഉണ്ട്, ഞങ്ങൾ ആഖിറത്തിലും അല്ലാഹുവിലേക്ക് വിശ്വസിക്കുന്നുണ്ട് എന്ന് പറയും. മുഅ്മിനീങ്ങളല്ല. ഖുർആൻ പറയാ ഒരു മുഅ്മിനീങ്ങളൊന്നുമല്ല, വെറുതെ ഇങ്ങനെ പറയാണ്. പറച്ചില്ല അവരുടെ പേരിലൊക്കെ ഉണ്ടാവും. പക്ഷെ അവരുടെ സ്വഭാവം എടുത്തു നോക്കിയാൽ, അവരുടെ ജീവിതത്തിന്റെ ഉള്ളറകളിലേക്ക് എടുത്ത് പരിശോധിച്ചാൽ അവരൊരിക്കലും ഈമാനുള്ളവരായിരിക്കുകയില്ല എന്ന് സയ്യിദുനാ എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയാൻ. അപ്പൊ യഥാർത്ഥമായ ഈമാൻ നമ്മുടെ കയ്യിലുണ്ടോ എങ്കിൽ മാത്രമേ നാളെ സ്വർഗ്ഗത്തിലെത്താൻ കഴിയുകയുള്ളൂ. അപ്പോൾ അല്ലാഹുവിലുള്ള ഒരു വിശ്വാസം, മലക്കുകളിലുള്ള വിശ്വാസം, അവൻ കൊണ്ടുവന്ന കിതാബുകളിലുള്ള വിശ്വാസം, അതുപോലെ നാളെയുടെ ലോകത്തിലുള്ള വിശ്വാസം, അങ്ങനെ ഇതൊക്കെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ പോരാ. ആ വിശ്വാസം ഉണ്ടായാൽ അവനിൽ ഉണ്ടായിരിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. സൽകർമ്മങ്ങൾ ധാരാളം പ്രവർത്തിക്കേണ്ടതുണ്ട്. ഈമാനും സൽകർമ്മം കൂടിച്ചേരുമ്പോഴാണ് സ്വർഗത്തിലെത്തുന്നത്. ആ സൽക്കർമ്മങ്ങൾ ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, എപ്പോഴൊക്കെയാണ്, ഏതൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് ഇൻഷാ അല്ലാഹ് ഇത് കുറച്ചെങ്കിലും വിശാലമായി നമ്മൾ പഠിക്കേണ്ടതാണ്. നാളെ ഇൻഷാ അല്ലാഹ് നമുക്കതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ.